ഡോക്ടർ ലീച്ച് തെറാപ്പി അല്ലെങ്കിൽ അട്ട ചികിത്സ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചികിത്സാ രീതി ഉണ്ടല്ലോ, അപ്പൊ അതിനെ കുറിച്ച് ഇപ്പൊ യൂട്യൂബിലൊക്കെ അത് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട്. പക്ഷെ ഇവിടെ അത് ചെയ്യുന്നുണ്ടോ? അതിനെപ്പറ്റി ഡോക്ടറുടെ അഭിപ്രായം എന്താണ്? അട്ട ചികിത്സ എന്ന് പറഞ്ഞാൽ ആധികാരികമായിട്ട് പറഞ്ഞാൽ നമ്മുടെ ശാസ്ത്രത്തിൽ ഈ പഞ്ചകർമ്മ ചികിത്സയിൽ പറഞ്ഞിട്ടുള്ള ചികിത്സകളിൽ ഒന്ന് രക്തമോക്ഷ ചികിത്സയിൽ വരുന്നതാണ് ഈ ജലൗകാവചരണം. രക്തമോക്ഷം നമ്മൾ പലതരത്തിൽ ചെയ്യും. അതായത് ബ്ലഡ് ലെറ്റിംഗ് തെറാപ്പി. ബ്ലഡ് ലെറ്റിങ് പണ്ട് ഈ മാന്റെ കൊമ്പൊക്കെ വെച്ചിട്ട് നമ്മൾ ബ്ലഡ് സക്ക് ചെയ്തെടുത്തിരുന്നു വാക്വമായിട്ട്. അതായത് കുറച്ച് ബ്ലഡ് വിഷേറ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ ആ പൊല്യൂട്ടഡ് ബ്ലഡിനെ നമുക്ക് മാറ്റാൻ സാധിച്ചാൽ അവിടെ ഹീലിംഗ് എളുപ്പമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പണ്ടേ ഉള്ള ഒരു ടെക്നിക്കാണ് ഈ രക്തമോക്ഷ ചികിത്സയിൽ പറഞ്ഞിട്ടുള്ളതെല്ലാം. അതിൽ വെരിക്കോസ് അൾസർ, വെരിക്കോസ് വെയിൻ കണ്ടീഷൻസിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന പ്രൊസീജിയർ സിരാവേദം എന്ന് പറയുന്നതാണ്. അതായത് വെയിനിൽ നിന്ന് നമ്മൾ ബ്ലഡ് പുറത്തേക്ക് എടുത്തു കളയും. എല്ലാം നമ്മൾ സ്റ്റെറൈലായിട്ടാണ് ചെയ്യുക. അപ്പോൾ ഈ ബ്ലഡ് ലെറ്റിംഗ് ടെക്നിക്കിൽ രണ്ടാമത് ചെയ്യുന്നതോ മൂന്നാമത് ചെയ്യുന്നതോ ആയിട്ടുള്ള ഒരു ചികിത്സയാണ് ഈ ജലൗകാവചരണം അല്ലെങ്കിൽ ഈ ലീച്ച് തെറാപ്പി എന്ന് പറയുന്നത്. ഇത് നമ്മുടെ നാട്ടില് ജലൗകാവചരണം നമ്മുടെ ഭാരതീയ ചികിത്സാ സമ്പ്രദായത്തിൽ ഇങ്ങനെ പറഞ്ഞേക്കുന്നു. ഇപ്പം ഗ്രീക്ക് ചികിത്സയിലൊക്കെ ആണെങ്കിൽ ഇത് ഹിറുഡോ തെറാപ്പി എന്നാണ് പറയുന്നത്. ഹിറുഡോ തെറാപ്പിസ്റ്റുകൾ എന്ന് പറയുന്ന ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫുകളുണ്ട്, അവരാണ് ഈ തെറാപ്പി ചെയ്യുക. ഇത് ഒത്തിരി ഹീലിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ്. പക്ഷേ ഇത് ഏത് ഘട്ടത്തിലാണ് ചെയ്യേണ്ടതെന്നൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടേഴ്സിന് മാത്രമേ അറിയുള്ളൂ. ചിലപ്പോൾ ഇൻഫ്ലമേഷൻ നല്ലോണം കൂടി നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻ ഉള്ള ഘട്ടത്തിൽ നമ്മൾ ലീച്ച് തെറാപ്പി ചെയ്താൽ അത് കോംപ്ലിക്കേഷനിലേക്ക് പോകും. അപ്പം ആ ഒരു സ്റ്റേജ് നമ്മുടെ പേഷ്യൻസിന്റെ ഇപ്പം ആ ഒരു വൂണ്ടിന്റെ ഒരു സ്റ്റേജ് നോക്കിയിട്ട് ആ സ്റ്റേജിൽ ഏറ്റവും ബെസ്റ്റ് ബ്ലഡ് ലെറ്റിംഗ് ട്രീറ്റ്മെന്റ് ഏതാണെന്ന് തീരുമാനിച്ചിട്ടാണ് നമ്മൾ ബ്ലഡ് ലെറ്റിംഗ് ട്രീറ്റ്മെന്റ് നിർദ്ദേശിക്കുക. രക്തമോക്ഷ ചികിത്സകളിൽ ഏത് വേണം? ചിലർക്ക് പ്രച്ഛാനം എന്ന് പറഞ്ഞ് നമ്മൾ ഈ ബ്ലഡ് പ്രിക്ക് ചെയ്ത് കളയുന്ന ട്രീറ്റ്മെന്റ് ആയിരിക്കും എഫക്റ്റീവ് ആയിരിക്കും ചില ഘട്ടങ്ങളിൽ. ചില ഘട്ടങ്ങളിൽ അവർക്ക് ഈ വാസ്കുലാർ ബ്ലോക്കുകൾ നല്ലോണം ഉള്ള പേഷ്യൻസിന് ലീച്ച് തെറാപ്പി അല്ലെങ്കിൽ ഈ പറയുന്ന അട്ട ചികിത്സയിൽ ഇതിന്റെ ഹിറുഡിൻ എന്ന് പറയുന്ന ഒരു സലൈവ ഉണ്ട്. ഹിറുഡിൻ ആ സലൈവ നമ്മുടെ ബ്ലഡുമായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഈ ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്ന ടൈം കുറയും. അപ്പോൾ നമുക്ക് അവിടെയുള്ള ചെറിയ ചെറിയ ബ്ലോക്കുകളെയൊക്കെ മാറ്റാൻ ഹിറുഡിന് കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ഈ ഇപ്പം നിക്കോട്ടിൻ ടോക്സിസിറ്റി ഉള്ള പേഷ്യൻസിന് ഒരു വൂണ്ടിനെ ഹീൽ ചെയ്ത് എടുപ്പിക്കാനായിട്ട് നല്ലൊരു ടൂളായിട്ട് നമുക്ക് ലീച്ചിനെ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ആംബ്യൂട്ടേഷൻ അവർക്ക് ചിലപ്പം കാലിന്റെ തൊട്ട് ആംബ്യൂട്ടേഷൻ പറഞ്ഞിട്ടുണ്ടാവും. ആ പേഷ്യൻസിനെ വരെ നമുക്ക് ലീച്ച് ട്രീറ്റ്മെന്റിൽ കൂടെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ ലീച്ചിനെ ഉപയോഗിക്കേണ്ട ഘട്ടങ്ങളിൽ നല്ല സ്കിൽഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആണ് അത് ഉപയോഗിക്കേണ്ടതെന്നുള്ളൊരു നിർദ്ദേശവും കൂടെ എനിക്ക് പറയാനുണ്ട്. കാരണം ഇതിന് നല്ല രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ അതിന് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. എന്നാൽ നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ നമുക്കതിനെ വളരെ എഫക്റ്റീവായിട്ട്, അതായത് ഒരു എന്താ പറയാ, ഒരു മിറാക്കിൾ ചെയ്യാൻ പറ്റുന്ന, സയന്റിഫിക് ആണെങ്കിൽ കൂടി അത്രയും അത്ഭുതകരമായ ചേഞ്ചുകൾ നമ്മുടെ വൂണ്ടിന് വരുത്താനായിട്ട് ലീച്ചിന് പറ്റാറുണ്ട്. അപ്പൊ അതാണ് പ്രധാനം. അതായത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന് നമ്മൾ അങ്ങനത്തെ ഒരു ചികിത്സയ്ക്ക് വേണ്ടി സമീപിക്കണം. അതെ, എന്നാലും അതിന്റെ ഒരു ഏത് സ്റ്റേജിലാണ് ലീച്ച് തെറാപ്പി പറ്റുക. ഇപ്പോ ചില പേഷ്യൻസ് നേരെ വന്ന് ചോദിക്കും, ഡോക്ടർ എന്റെ കാലിൽ എനിക്ക് അട്ട ചികിത്സ ചെയ്യണോന്ന് പറയും. അപ്പൊ നമ്മൾ നോക്കിയിട്ട് പറയും, ഇത് നിങ്ങൾക്ക് അട്ട ചികിത്സ ചെയ്യാൻ പറ്റണ ഘട്ടത്തിലല്ല നിങ്ങളുള്ളത്. ആ ഒരു സ്റ്റേജ് വരികയാണെങ്കിൽ മാത്രം നമുക്ക് അട്ട ചികിത്സയ്ക്ക് പോവാം. അല്ലാതെ ഉണ്ടെങ്കിൽ മറ്റു ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾസ്, അതായത് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, മസ്തി ചികിത്സ, ധാര, അതേപോലെ പ്രച്ഛാനം, നമ്മള് സിരാവേദം, ഇങ്ങനെയുള്ള മറ്റു ചികിത്സകളും അതിനോടൊപ്പം ഇത് വേണ്ടതാണെങ്കിൽ മാത്രം നമുക്ക് എടുക്കാവുന്നതാണ് ലീച്ച് തെറാപ്പി.